നമസ്കാരം. പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്താ ദിനത്തിൽ പുറത്തുവന്ന പ്രധാനപ്പെട്ട വാർത്തകളിലൂടെ എല്ലാം ഇനിയുള്ള 1 മണിക്കൂർ സമയം നമ്മൾ കടന്നുപോകും. റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. നിമിഷപ്രിയയുടെ മോചനത്തിന് വഴിയേത്? നിറയെ സ്വപ്നങ്ങളുമായാണ് നിമിഷപ്രിയയും ഭർത്താവും യമനിലേക്ക് വിമാനം കയറിയത്. നിമിഷപ്രിയയുടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞത് 2017-ലാണ്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയ്ക്ക് സംഭവിച്ചത് എന്താണ്? 8 വർഷത്തെ നിയമപോരാട്ടം എത്തി നിൽക്കുന്നത് എവിടെയാണ്? ഇനി മോചനത്തിന് മുന്നിലുള്ള തടസ്സങ്ങൾ എന്താണ്? വിശദമായ റിപ്പോർട്ട് കാണാം. ആദ്യം പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയ, ഭർത്താവ് തൊടുപുഴ സ്വദേശി ടോമി. 2012-ലാണ് ഇരുവരും യമനിലേക്ക് പോയത്. നിമിഷപ്രിയയ്ക്ക് നഴ്സായും ഭർത്താവ് ടോമിക്ക് സ്വകാര്യ സ്ഥാപനത്തിലും ജോലി. യമൻ പൗരനായ തലാൽ അബ്ദുൾ മെഹദിയെ പരിചയപ്പെടുകയും പങ്കാളിത്തത്തോടെ ക്ലിനിക് തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു. നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം മെഹദിക്ക് കൈമാറി. കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ നിമിഷയും ഭർത്താവും മകൾ മിഷേലും നാട്ടിലേക്ക് വന്നു. നിമിഷ വീണ്ടും യമനിലേക്ക് പോയെങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് ടോമിയുടെ യാത്ര മുടങ്ങി. ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യം മാന്യമായി ഇടപെട്ടിരുന്ന തലാൽ മെഹദിയുടെ സ്വഭാവം പിന്നെ മാറി. നിമിഷ ഭാര്യയാണ് എന്ന് പലരെയും വിശ്വസിപ്പിച്ചു. വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ കൈക്കലാക്കി. പാസ്പോർട്ട് തട്ടിയെടുത്തു. സ്വർണമെടുത്തു വിറ്റു. നിമിഷപ്രിയ പരാതി നൽകിയതോടെ ക്രൂരമർദ്ദനം. 2017 ജൂലൈ 25-നാണ് നിമിഷപ്രിയയുടെ ജീവിതം കീഴ്മേൽ മറിച്ച സംഭവങ്ങൾ ഉണ്ടായത്. അമിത ഡോസിൽ മരുന്ന് കുത്തിവെച്ച് തലാലിനെ മയക്കി രക്ഷപ്പെടാനായിരുന്നു നിമിഷപ്രിയയും ഒപ്പമുണ്ടായിരുന്ന യമൻ സ്വദേശിനി ഹനാനും ശ്രമിച്ചത്. പക്ഷേ തലാൽ കൊല്ലപ്പെട്ടു. പാസ്പോർട്ടും കണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച് നിമിഷപ്രിയയും ഹനാനും പിടിയിലായി. ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിലാണ് താൻ മെഹദിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് എന്നാണ് നിമിഷപ്രിയയുടെ വാദം. പക്ഷേ കോടതികൾ അത് അംഗീകരിച്ചില്ല. 2018-ൽ യമൻ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചു. അപ്പീൽ നൽകാൻ കുടുംബസ്വത്തടക്കം വിറ്റാണ് ബന്ധുക്കൾ കോടതിയിൽ പണം കെട്ടിവെച്ചത്. പക്ഷേ 2020-ൽ അപ്പീൽ കോടതി വധശിക്ഷ ശരിവെച്ചു. ശിക്ഷാ ഇളവിനായി നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന യമൻ സർക്കാരിന് നിവേദനം നൽകിയെങ്കിലും പരിഗണിച്ചില്ല. 2021 ഓഗസ്റ്റിൽ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. തുടർ നിയമ പോരാട്ടങ്ങളും കൊല്ലപ്പെട്ട തലാൽ മെഹദിയുടെ കുടുംബവുമായി ചർച്ചകളും സജീവമാക്കി. യമൻ സുപ്രീം കോടതിയും വധശിക്ഷ ശരിവെച്ചു. 2023 നവംബറിൽ വധശിക്ഷയ്ക്കെതിരായ അപ്പീൽ സുപ്രീം കോടതി തള്ളി. 2016 മുതൽ യമനിൽ പോകാൻ ഇന്ത്യക്കാർക്ക് വിലക്കുണ്ട്. നിയമ പോരാട്ടത്തിനൊടുവിൽ ഡൽഹി ഹൈക്കോടതി അനുമതി നൽകിയതോടെ നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി 2024 ഏപ്രിലിൽ യമനിലേക്ക് പോയി. ഏപ്രിൽ 24-ന് സനായിലെ ജയിലിൽ പ്രേമകുമാരി മകൾ നിമിഷപ്രിയയെ കണ്ടു. 12 വർഷങ്ങൾക്ക് ശേഷം വികാരനിർഭരമായ കൂടിക്കാഴ്ച. മമ്മി കരയരുത്, സന്തോഷമായിരിക്കണമെന്ന് നിമിഷ പറഞ്ഞു. ഇരുവരും കെട്ടിപ്പിടിച്ചു കരഞ്ഞു. യമനിലെ നിയമപ്രകാരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകിയാൽ പ്രതിക്ക് ശിക്ഷാ ഇളവ് ലഭിക്കും. മുന്നിലുള്ള വഴി ദയാധനം നൽകിയുള്ള ശിക്ഷാ ഇളവ്. 2024 ജൂണിൽ നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള പ്രാരംഭ ചർച്ചകൾക്ക് പണം കൈമാറാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി. കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മെഹദിയുടെ കുടുംബവുമായും ഗോത്ര നേതാക്കളുമായും ചർച്ചകൾ നടത്തി. ആദ്യഘട്ടമായി നൽകേണ്ട $20,000 $19,871 2024 ജൂലൈയിൽ കൈമാറി. ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് 2024 ഡിസംബർ 30-ന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് അനുമതി നൽകിയെന്ന വാർത്തയെത്തിയത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമം തുടരുന്നുവെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. മാനുഷിക പരിഗണനയിൽ ഇടപെടാൻ തയ്യാറെന്ന് ഇറാൻ അറിയിച്ചു. നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് യമൻ പ്രസിഡന്റ് അനുമതി നൽകിയെന്ന വാർത്ത ഇന്ത്യയിലെ യമൻ എംബസി നിഷേധിച്ചതാണ് പുതിയ പ്രതീക്ഷ. ഹൂതി സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ നേതാവ് മെഹദി അൽ മഷാദാണ് ശിക്ഷയ്ക്ക് അംഗീകാരം നൽകിയതെന്നും ഔദ്യോഗിക ഭരണകൂടത്തിന്റെ പ്രസിഡന്റ് റഷദ് അൽ അലിമി ശിക്ഷ അംഗീകരിച്ചിട്ടില്ലെന്നും എംബസി പറയുന്നു. ഏറെ സ്വപ്നങ്ങളുമായി യമനിലേക്ക് പോയ നിമിഷപ്രിയയെ ജീവനോടെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നിമിഷപ്രിയയുടെ കുടുംബം മോചനത്തിന് സഹായിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകർ 24-നൊപ്പം തത്സമയം ചേരുകയാണ്. യമനിൽ നിന്ന് നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി, ഒപ്പം തന്നെ നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി, മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം,
WWF മിഡിൽ ഈസ്റ്റ് മീഡിയ കോർഡിനേറ്റർ റോജി മുക്കൻ എന്നിവരൊക്കെ നമ്മളുമായി സംസാരിക്കും. ആ മോചനത്തിൻ്റെ സാധ്യതകൾ ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്, എന്തൊക്കെ പ്രതിസന്ധികളാണ് മോചനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവർ നേരിടുന്നത് എന്ന കാര്യം അവർ വളരെ വിശദമായി അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നടപടികൾ എങ്ങനെയാണ് എന്നുള്ള കാര്യം വിശദീകരിക്കും. ആദ്യം നിമിഷപ്രിയയുടെ മാതാവിലേക്കാണ്, പ്രേമകുമാരിയിലേക്കാണ്. പ്രേമകുമാരി, നിങ്ങളൊക്കെ വളരെ സജീവമായി വലിയ പ്രതീക്ഷയോടുകൂടി ഈ മോചനത്തിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം കേട്ട ഒരു കാര്യം, അത് ഈ യമൻ പ്രസിഡന്റ് വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകിയിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളായിരുന്നു. അതൊരു അഭ്യൂഹം എന്നുള്ള നിലയിൽ കണ്ടാൽ മതി. കാരണം അത് ഇന്ത്യയിലെ യമൻ എംബസി അടക്കം അക്കാര്യം തള്ളിക്കൊണ്ടുള്ള പ്രതികരണം പിന്നീട് നടത്തുന്നത് നമ്മൾ കണ്ടു. എന്താണിപ്പോൾ മോചനവുമായി ബന്ധപ്പെട്ട് അതിന് ഏറ്റവും ഒടുവിലായുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? പ്രതീക്ഷയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നിലയിലാണോ ഇപ്പോൾ കാര്യങ്ങളുള്ളത്? പ്രേമകുമാരി. അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി എല്ലാ പരിശ്രമങ്ങളും സാറ്, എംബസി ഉദ്യോഗസ്ഥര്, വക്കീല്, സൗദി എംബസി ഉദ്യോഗസ്ഥര് എല്ലാവരും തന്നെ രാവും പകലുമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. പ്രേമകുമാരി, എന്താണ് നമ്മൾ ഈ മോചന നടപടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് അതിൻ്റെ നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്, അതൊക്കെ നമുക്കറിയാം. എന്താണ് അതിൻ്റെ ഏറ്റവും ഒടുവിലായി കിട്ടിയിരിക്കുന്ന അറിയിപ്പ്? ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടോ? കാരണം ഇതൊരു ഹൂത്തി മേഖലയാണ്, അവരുടെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങളുള്ളത്, അവരാണ് അതിൻ്റെ നിയമ നടപടികൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നതെന്നൊക്കെ നേരത്തെ കേട്ടിരുന്നു. Your audio is not clear. We cannot get your audio clearly. ഓക്കെ. ഈ നമുക്ക് ഇപ്പോൾ നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട് മാതാവ് പ്രേമകുമാരിയിലേക്ക് എത്തുന്നതിന്. അത് പരിഹരിച്ചതിന് ശേഷം ഉറപ്പായും പ്രേമകുമാരിയിലേക്ക് നമുക്ക് എത്തണം. പ്രേമകുമാരിയുടെ പ്രതികരണമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അവരാണ് ഈ മോചനവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി അവരിപ്പോൾ അവിടെ യമനിൽ തുടരുകയാണ്. അവർക്ക് നിയമസഹായം നൽകാൻ വേണ്ടി ഒരുപാട് പേർ അവരോടൊപ്പമുണ്ട്. അവരുടെയൊക്കെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതിൻ്റെ നടപടികൾ ഏത് തരത്തിലാണ്, ഏത് ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത് എന്നുള്ള കാര്യം ടോമി വിശദീകരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടോമി, എന്താണ് ഇപ്പോൾ ഈ മോചനവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിൽ നേരിടുന്ന വെല്ലുവിളി? ഇപ്പോഴാ മോചനത്തിൻ്റെ നടപടികൾ ഏത് ഘട്ടത്തിലാണ് ടോമി? സാറേ നമസ്കാരം. മോചനത്തിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് 30-ാം തീയതി കിട്ടിയൊരു വിവരമുണ്ടല്ലോ, അത് വളരെയധികം വേദനാജനകമായ ഒരു വിവരങ്ങളാണ് കിട്ടിയത്. പക്ഷെ അതിനു മുമ്പ് തന്നെ സന്തോഷമായിരുന്നൊരു സാഹചര്യത്തിലൂടെയാണ് പെട്ടെന്ന് അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് അനുഭവിക്കേണ്ടതായി വന്നത്. പക്ഷേ അതിനുശേഷം നമ്മൾ എല്ലാവരും, നമ്മുടെ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിലിലെ ഭാരവാഹിത്വമുള്ളവരും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും നമുക്ക് ഇതിനകത്ത് ഇടപെടുന്ന ഒരുപാട് ആളുകൾ അതിശക്തമായിട്ട് ഇതിനകത്ത് നിലനിന്നിട്ടുണ്ട്. കാരണം അഡീഷണലായിട്ട് നമ്മൾ കാണേണ്ട ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, നേരത്തെ കണ്ടവരുമുണ്ട്. എല്ലാവരും കൂടി ഒത്തൊരുമയോട് കൂടി ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് പവർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. അത് വരണമെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും അത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിദേശ മന്ത്രാലയമായിട്ടൊക്കെ ഒരു മീറ്റിംഗ് കൂടിയ ആൾക്കാരൊക്കെ നമുക്കറിയാം. പക്ഷേ അതിൻ്റെ ഒരു പ്രതിഫലനം ഓൾറെഡി ഉണ്ട്. പിന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് അതിശക്തമായിട്ട് ഇതിനകത്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളുടെ ഒരു പോസിറ്റീവ് ആയിട്ട് ഞങ്ങൾ കാണുന്നു. അതിൻ്റെ ഒരു പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ സനയിൽ നിന്നും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവിടെ വേണ്ടുന്ന കാര്യത്തിനൊക്കെ ഒരു സ്പീഡപ്പ് തുടങ്ങിയിട്ടുണ്ട്, അറിയുന്നുണ്ട്, കാര്യങ്ങൾ ഭംഗിയായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുക എന്നൊരു ആഗ്രഹത്തോടുകൂടിയൊക്കെ ഞങ്ങൾ കുറേ വർഷങ്ങളായി ഇങ്ങനൊരു ദുഃഖ സാഹചര്യത്തിൽ ജീവിക്കുന്നു. വൈഫ്, കുഞ്ഞ്, ഞാൻ, അമ്മ. ഒരുപാട് കടവും ബാധ്യതയും, അത് വേറൊരു വശം. അത് അവിടെ കിടക്കട്ടെ. സത്യങ്ങളൊക്കെ പിന്നെ അറിഞ്ഞാൽ മതി, ജനങ്ങൾ പതിയൊന്നും അറിയണ്ട. കാരണം അത് പിന്നീട് അറിഞ്ഞോളൂ. എന്തായാലും കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. നിമിഷപ്രിയ എത്രയും പെട്ടെന്ന് രക്ഷിച്ചുകൊണ്ട് വരാനുള്ള ആ ഒരു നല്ലൊരു സഹകരണം എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അതിശക്തമായിട്ട് തന്നെ വേണം. കാരണം കഴിഞ്ഞ 30-ാം തീയതി സംസാരിച്ച ന്യൂസിൽ വന്ന ആ വിവരം വളരെയധികം വേദനാജനകമായി. അത് എല്ലാവർക്കും അതെ. ഇതിനകത്ത് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നവരുണ്ട്, സഹകരിക്കുന്നവരുണ്ട്, സ്നേഹിക്കുന്നവരുണ്ട്. അത് ജാതിയോ മതമോ പാർട്ടിയോ ഒന്നുമല്ല, എല്ലായിടത്തുനിന്നും അതുണ്ട്. അത് അറിയേണ്ടവർ അറിയുന്നുണ്ട്. അത് തന്നെയാണ് സത്യം. എല്ലാവരെയും സഹകരണം എത്രയും പെട്ടെന്ന് നല്ലൊരു
തീരുമാനമെടുത്ത് അതായത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് അതിശക്തമായിട്ട് തന്നെ എൻ്റെ ഇടപെടണം, അത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് മുന്നോട്ട് തന്നെ പോവുക. മറ്റുള്ള ഇതിലിപ്പോൾ ഈ യമൻ പ്രസിഡന്റ് ഈ വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകി എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ തെറ്റാണ് എന്ന് ഇന്ത്യയിലെ യമൻ എംബസി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അത് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അതൊരു ഹൂത്തി മേഖലയാണ്, അവിടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അവരാണ്, അവിടുത്തെ സുപ്രീം ലീഡറാണ് എന്ന തരത്തിലൊക്കെയുള്ള വിവരങ്ങളുണ്ട്. അതിൻ്റെ കേസുകൾ കൈകാര്യം ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ അവരുടെ നിയന്ത്രണത്തിലാണെന്നൊക്കെ നമ്മൾ പുറത്ത് കേൾക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ല. അത് ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓൾറെഡി യമനിലെ സന എന്ന് പറയുന്ന സ്ഥലം ഹൂത്തികളുടെ ഏരിയ തന്നെയാണ്. ഞങ്ങളൊക്കെ അവിടെ കുറേ വർഷം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ യുദ്ധത്തിന് മുമ്പ് ഞങ്ങൾക്ക് പോകുന്നില്ലേ ഉള്ളൂ. പക്ഷേ ഓൾറെഡി എന്തായാലും യമനിലെ സന എന്ന ഭാഗം ഹൂത്തികളുടെ മേഖല തന്നെയാണ്. ശകലം റിസ്ക് തന്നെയാണ്. ഞങ്ങളുടെ ക്ലിനിക്കും ആ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ടതാണ്. വൈഫ് കിടക്കുന്ന ജയിലും ഹൂത്തികളുടെ മേഖല തന്നെയാണ്. സനയുടെ അടുത്ത് തന്നെയാണ്. എനിക്കറിയാം, ജയിലൊക്കെ അറിയുന്നതാണ്. ഞാനൊക്കെ അവിടെ അടുത്ത് തന്നെ ജോലി ചെയ്തിരുന്ന ആളാണ്. ഓക്കെ, എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നിലവിൽ ഹൂത്തികളുടെ മേഖല ആയതുകൊണ്ട് അവരുടെ ഒരു ഭാഗം ഒരു ക്ലിയർ ആക്കേണ്ട ഒരു ബാധ്യത എല്ലാവർക്കും ഉണ്ട്. കാരണം വെച്ചാൽ അവിടെ അങ്ങനെയാണ്, അറിയാമല്ലോ, ഇപ്പോൾ ന്യൂസിലൊക്കെ കാണാമല്ലോ. അപ്പോൾ അതിന് കുറച്ച് റിസ്ക് ഉണ്ട്. അതിൻ്റെ ഒരു പരിഹാരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് സഹായമൊക്കെ അതിശക്തമായിട്ട് തന്നെ വേണം. അങ്ങനത്തെ ഒരു മേഖല ആയതുകൊണ്ട് അതിനുവേണ്ടി സാമുൽ ജെറോം സാർ അവിടെ ഒന്ന്, അമ്മ, ഇവരെല്ലാവരും അതിൻ്റെ അകത്ത് നിൽക്കുന്നു. നമ്മുടെ എംബസിയിലെ ആൾക്കാർ, നമ്മുടെ അഡ്വക്കേറ്റ് ഒരാൾ, അവരൊക്കെ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഇരിക്കുന്നവർക്കൊന്നും അത് അറിയുന്നില്ല എന്നല്ല, അറിയേണ്ടവർ അറിയുന്നുണ്ട്. പക്ഷേ പൊതുവായിട്ട് ആൾക്കാർക്ക് അറിയില്ല. റിസ്ക് ഉണ്ട്. ആ റിസ്ക് എനിക്കൊക്കെ ദൈവം സഹായിച്ച് അതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞാനൊക്കെ അതിൽ അങ്ങനെ ഒരു വാക്കുകൂടി പറയണത്. മറ്റുള്ളവർക്ക് ആ രാജ്യത്തെപ്പറ്റി അറിയാത്തവർക്കും അവിടെ യുദ്ധമാണ് എംബസിയിലെ ഗവൺമെൻറ്റിലില്ല, ഒന്നും മേലാത്ത അവസ്ഥയിൽ നമ്മുടെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും മറ്റുള്ള ഭാഗത്തുനിന്നൊക്കെ യുദ്ധങ്ങൾ വരുമ്പോൾ, ബോംബുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റക്കിങ്ങും അതിൻ്റെ ടെൻഷനും പ്രയാസങ്ങളൊക്കെ ഒരുപാടുണ്ട്. എന്തായാലും ശരി ടോമി, തുടരി. ഇപ്പോൾ ഞാൻ നിമിഷപ്രിയയുടെ അമ്മയുമായുള്ള നേരത്തെ ഒരു സാങ്കേതിക തടസ്സമുണ്ടായിരുന്നു, അത് ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി നമുക്കൊപ്പം ചേരുകയാണ്. അമ്മ, കുറേ കാലമായി നിങ്ങളൊക്കെ അതിന് പിന്നാലെ വലിയ ശ്രമമാണ്, മോചനത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് പേരുടെ സഹായം കിട്ടുന്നുണ്ട്, നിയമസഹായ സമിതിയുണ്ട്, അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സഹായം കിട്ടുന്നുണ്ട്. പ്രതിസന്ധികളൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. വളരെ പോസിറ്റീവായി തന്നെ, പ്രതീക്ഷ നൽകുന്ന തരത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അമ്മ ഇപ്പോൾ കുറേ ആയി അവിടെ തുടരുന്നതാണ്, പ്രതീക്ഷയുണ്ട്. എല്ലാവരുമായി സംസാരിക്കുമ്പോൾ, ഈ നിയമവിദഗ്ധരും ഒക്കെയായി സംസാരിക്കുമ്പോൾ പ്രതീക്ഷയുണ്ട്, ഒരുപാട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണോ അമ്മ? തീർച്ചയായും എല്ലാവരും കൂടി എന്റെ മോളെ രക്ഷിച്ചു തരുമെന്നാണ് ഞാൻ ഉറച്ചിരിക്കുന്നത്. അമ്മ, ഈ അതിനിടയിൽ നിമിഷപ്രിയെ കാണാനുള്ളൊരു ശ്രമമൊക്കെ നടത്തിയിരുന്നല്ലോ അല്ലേ? കാണാൻ 2 വട്ടം പോയി, ഇനിയും കാണാൻ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അന്ന് വിശദമായി സംസാരിക്കാനൊക്കെ അനുവദിച്ചിരുന്നോ? അനുവദിച്ചു. എനിക്ക് കാണാൻ പോണേന് തടസ്സമില്ല. നിമിഷപ്രിയ എന്താണ് പറഞ്ഞത്? അമ്മയോട് എന്താണ് പറഞ്ഞത്? അമ്മ കേൾക്കാമോ? Yeah, we can. Yeah, there was an audio snap, but then now we can listen. ഓക്കെ, സാമുൽ ജോൺ, ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികളാണല്ലോ ഏറ്റവും പ്രധാനം. നമ്മൾ ഈ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു വാർത്തയൊക്കെ പറയുന്നത്, ഈ യമൻ പ്രസിഡന്റ് ഈ വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകിയ തരത്തിലുള്ള വാർത്തയൊക്കെ പരക്കുന്നു. പക്ഷേ അതൊക്കെ ഇന്ത്യയിലെ യമൻ എംബസി തന്നെ തള്ളിയിട്ടുണ്ട്. എന്താണ് ഇനിയൊരു തടസ്സം എന്നുള്ള നിലയിൽ നിൽക്കുന്നത്? കാരണം ഇത് ആ ഹൂത്തി മേഖലയാണ്, അവിടെ ഉള്ള ആളുകളുമായി സംസാരിക്കാൻ, അവിടെയുള്ള നേതൃത്വവുമായി സംസാരിക്കാൻ നിലവിൽ യമനിലെ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ ഇടപെടൽ അതിന് സഹായകമാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു അപ്ഡേറ്റ് എന്താണ് സാമുൽ? Sorry, can you come again? I could not hear anything. Your audio was completely broken. Can you please come again, please?
ഓക്കെ, തീർച്ചയായും നമുക്ക് സാമുവൽ ജെറോമിലേക്ക് വരാം. സാമുവൽ ജെറോം അവർ യമനിൽ നിന്നാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് തന്നെ സാങ്കേതികമായ ചെറിയ ചില തടസ്സങ്ങളുണ്ടാകും. സൂമിലൂടെയാണ് സംസാരിക്കുന്നത്. അത് പരിഹരിച്ചതിന് ശേഷം സാമുവൽ ജെറോമിലേക്ക് വീണ്ടും എത്താം എന്നാണ് നമ്മൾ കരുതുന്നത്. അതുപോലെ നിമിഷപ്രിയയുടെ അമ്മയോട് വീണ്ടും സംസാരിക്കാൻ കഴിയുമോ, അതിനുള്ള സാങ്കേതിക സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്കൊപ്പം WWF മിഡിൽ ഈസ്റ്റ് മീഡിയ കോർഡിനേറ്റർ റോജി മൂക്കൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. റോജി മൂക്കൻ, ഈ നടപടികൾ ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? എന്താണ് ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന അറിയിപ്പ്? കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ ഈ മോചനവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിൽ പൂർണ്ണമായി ഉണ്ട് എന്നെനിക്കറിയാം. അവരറിയിക്കുന്നത് എന്താണ് ഇനിയുള്ള ചർച്ചകളുടെ സാധ്യതകൾ? നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ ആ ഹൂത്തി മേഖലയിലുള്ള ആളുകളുമായി, നേതൃത്വവുമായി സംസാരിക്കേണ്ടതുണ്ട്. അതിന് യമനിലെ ഉദ്യോഗസ്ഥർ തന്നെ ഈ ഘട്ടത്തിൽ മുൻകൈ എടുക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്താണ് അതിൻ്റെ ഒരു അപ്ഡേറ്റ്? ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഈ വധശിക്ഷ പ്രഖ്യാപിച്ച ആ സമയം മുതൽ ഞങ്ങളുടെ ഒരു എക്സിക്യൂട്ടീവിന്റെ തീരുമാനപ്രകാരം ഞങ്ങൾ ഇതിൽ ഇടപെടുകയാണെന്ന് അതിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവര് അമ്മ വരികയാണെങ്കിൽ അവർക്ക് വേണ്ടിയ സാമ്പത്തിക സഹായം, താമസിക്കാനുള്ള സൗകര്യങ്ങളോ എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നിമിഷപ്രിയ ഈ സംഭവ ശേഷം കൊലപാതകം നടത്തി പോന്ന് സനയിൽ വന്നതിന് ശേഷം അവിടെ 2 ആഴ്ച ഒളിവിലായിരുന്നു സനയിൽ തന്നെ. അവിടെ നിന്ന് പിന്നെ നിമിഷപ്രിയ പോയത് സിയോൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ 1.5 മാസം ആൾ ഇവിടെ ഇല്ലായിരുന്നു. ഈ 1.5 മാസം ഇവിടെയുള്ള മലയാളികൾ, എന്റെ ആത്മ സുഹൃത്തുക്കൾ 3 പേര് ജയിലിലായിരുന്നു. കാരണം ഈ സംഭവം കൃത്യം നടന്നതിന് ശേഷം നിമിഷപ്രിയ ഇവരുമായിട്ട് ഫോണിൽ ബന്ധപ്പെട്ടു എന്നുള്ള ആരോപണം മാത്രം. അപ്പൊ നിമിഷപ്രിയനെ കിട്ടാതിരുന്ന ആ സമയത്ത് എല്ലാ ഇന്ത്യൻസിനെയും അവരുടെ വീടുകളിൽ റെയ്ഡ് ചെയ്യുകയും അവരെ ജയിലിലോട്ട് കൊണ്ടുപോയി അവരെ ക്വസ്റ്റ്യൻ ചെയ്യുകയും കുറെ ഹരാസ്മെന്റ് ചെയ്യുകയും എല്ലാം ചെയ്തു. ഒന്നാമത് ഇവിടെ ജനാധിപത്യ സർക്കാർ എന്താ ഇവിടെ. അപ്പം ഭൂരിഭാഗം ആളുകളും നമ്മളോട് ഇടപെടണമെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് സാമുവൽ സാറ് സ്വന്തമായിട്ട് പുള്ളിയുടെ റിസ്കിലാണ് പുള്ളി ഇത് ഏറ്റെടുത്ത് എംബസിയിലെ ഇവിടെ ബദറലി, നാഫ ഇവര് ഒരുമിച്ചിട്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്തത്. അപ്പൊ അതിനുശേഷം നിമിഷപ്രിയ സേവ് ഫോറം ഉണ്ടായിരുന്നു. അതിൽ ദിനേശ് നായർ ആദ്യം എന്നെ ബന്ധപ്പെട്ടായിരുന്നു. അതിനുശേഷം അവരുടെ ഒരു സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു സേവ് നിമിഷ ഫോറത്തിന്റെ. അത് ഞങ്ങളുടെ WMF-ന്റെ ഗ്ലോബൽ നേതാക്കളൊക്കെ അതിലുള്ളതാണ്. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞാലും ഞങ്ങൾ ഇതിൽ ഇടപെടുകയാണ്, എന്തെങ്കിലും സഹായങ്ങളോ ഗവൺമെന്റ് പരമായ സഹായങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാം, ഇത്രയും ഞങ്ങൾക്ക് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോഴും ആ നിലപാടിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വധശിക്ഷ ശരിവെച്ചിരിക്കുന്നത് സന അണ്ടറിലുള്ള ഗവൺമെന്റിലുള്ള സെയ്ദ് അൽ മഷാൽ പ്രസിഡന്റ്, പുള്ളിയാണ് ഈ വധശിക്ഷ ശരിവെച്ചിരിക്കുന്നത്. പുള്ളിക്കാരന്റെ ഈ വിദേശി ആയതുകൊണ്ട് അത് വധശിക്ഷ നടപ്പാക്കാൻ സാധിക്കുകയില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ അത് പറ്റിയാലെന്ന് യമൻ എംബസി, ഇന്ത്യൻ എംബസിനെ അറിയിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഏതൻ പ്രസിഡന്റ്, ഏതന്റെ കീഴിലുള്ള പ്രസിഡന്റ് പറഞ്ഞേക്കുന്ന ഈ വധശിക്ഷ അംഗീകരിച്ചിരിക്കുന്നതാണ്. ഇത് വിദേശി ആയതുകൊണ്ടാണ്. നേരെ മറ്റൊരു യമനിയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും നോക്കുകയില്ല, അപ്പൊ തന്നെ അവര് എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ ഈ പുതിയൊരു ഗവൺമെന്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയൊരു പ്രതീക്ഷയുടെ ഒരു കണിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ സന, അല്ലെങ്കിൽ ഈ സന പ്രവിശ്യ എന്ന് പറഞ്ഞാല് ഏത് സമയം എന്തും നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എനിക്ക് ഈ രാജ്യങ്ങളുടെ പേരൊന്നും പറയാൻ പറ്റിയല്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നമാണ്. അപ്പൊ അവര് വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പുതിയൊരു ഗവൺമെന്റ് ഇവിടെ വരുവാണെങ്കിൽ ഒരു പ്രതീക്ഷയ്ക്ക് ഒരു വകയുണ്ട്. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഗവൺമെന്റ് പരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ WMF എല്ലാം ചെയ്തു തരുന്നേരും. അവർക്ക് ഏത് സമയം വേണമെങ്കിലും അവരുടെ അമ്മയ്ക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാനോ സാമുവൽ സാറിന് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാനോ സാധിക്കും. ഞങ്ങൾ അതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് തന്നതായി. ശരി, WMF-ന്റെ മിഡിൽ ഈസ്റ്റ് മീഡിയ കോർഡിനേറ്റർ റോജി മുക്കനാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹമൊക്കെ ആ മോചനത്തിനുള്ള ഇടപെടൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സജീവമായി ഇടപെടുന്ന ആളുകളാണ്. ഒരിക്കൽ കൂടി നമുക്ക് സാമുവൽ ജെറോമിലേക്ക് പോകേണ്ടതുണ്ട്. സാമുവൽ ജെറോമുമായുള്ള സാങ്കേതികമായ ചില തടസ്സങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിലേക്ക് എത്തിപ്പെടുന്നത്. അദ്ദേഹം യമനിൽ നിന്നാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പരിഹരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. സാമുവൽ ജെറോം കേൾക്കാമോ? സാമുവൽ ജെറോം, നമ്മുടെ ഈ നിയമ നടപടികൾ മുന്നോട്ട് പോവുകയാണ്, അത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനവും. പക്ഷേ ഇവിടെ ഈ സാധാരണ നിലയിലുള്ള നിയമ നടപടികൾ എന്നുള്ളതിനപ്പുറത്തേക്ക് അവിടെ ഒരുപാട് വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ട്. അത് ആ പ്രദേശം തന്നെ മറ്റൊരു സംവിധാനത്തിന് കീഴിലായി നിൽക്കുന്ന സാഹചര്യമാണ്. എന്താണ് നമ്മുടെ ഒരു പ്രതീക്ഷ, സാം? Okay, first of all, thank you for having us.
there is something that first of all I want to clarify. The whole media is saying the Yemeni president did not give the order. As Brother Roji Mukan has clearly pointed out, it is the Yemeni president who had given the order. So people have to, in India, people don't understand how Yemen is. Yemen is split into north and south. It is two different. In the capital Sana'a, it is the Al-Houthi government, and the president of Al-Houthi government, Mr. Honorable President Mahdi al-Mashad, he is the one who has given the order, because it is under the judicial purview of the Al-Houthi government. So this Aden government, Mr. Alimi, Honorable President Alimi, has no whatever legal ties here. So it is like two different countries now. The media has got it from the Google. Whenever they put Yemen president, it gives that President Alimi's name. So here, President Alimi has no legal connections whatsoever. So this is the Al-Houthi president, Mr. Mashad It is not. They call it the Supreme Council, but he is the president of Sana'a, and he has given the order of execution. So that is what. Now, the question that you asked, what are the difficulties? As of now, I can say there are very positive indicators. I cannot give the details. The government of India is very deeply involved and directly involved, I can say. And our negotiations stopped in August 1st, but now we are trying to restart the ശരി, negotiations. മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുൽ ജെറോം, അദ്ദേഹമാണ് ഇതിന്റെ നിയമസഹായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിമിഷപ്രിയയുടെ കുടുംബവും നടത്തുന്ന പോരാട്ടത്തിനൊക്കെ വലിയ പിന്തുണ യമനിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. ഇതിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ, ഈ മോചന നടപടികളിൽ ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്നത് അതുതന്നെയാണ്. കാരണം നേരത്തെ ചില അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ യമൻ പ്രസിഡന്റ് നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകിയെന്ന തരത്തിൽ. പക്ഷേ അത് ഹൂത്തി മേഖലയിൽ നിന്നുള്ള ഹൂത്തികളുടെ ഭരണാധികാരിയാണ് അത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിയത്. പക്ഷേ അദ്ദേഹത്തിന് ഔദ്യോഗികമായി അത് സംബന്ധിച്ച അധികാരമില്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുകയാണ് ഈ നിമിഷപ്രിയയുടെ കുടുംബവും അതുപോലെ അവർക്ക് നിയമസഹായം നൽകുന്ന ആളുകളും എല്ലാം. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ കുടുംബം ആ മോചന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അത് സാധ്യമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ചെറിയൊരു ഇടവേളയിലേക്ക് നമ്മൾ പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തും ഷോർട്ട് ബ്രേക്ക്. പ്രൈം ടൈമിലേക്ക് വീണ്ടും വാർത്തകൾ സംഭവിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം ചേരുകയാണ്. നോക്കാം സ്പോട്ട് ലൈവ്. തിരുവനന്തപുരം മടവൂരിൽ സ്കൂൾ ബസ് തലയിലൂടെ കയറിയിറങ്ങി 2ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് നിർദ്ദേശം നൽകിയത്. വീടിന് മുന്നിൽ ബസ് ഇറങ്ങിയ കുട്ടി എതിർവശത്തുള്ള വീട്ടിലേക്ക് പോകുന്നതിനിടെ ബസ് മുന്നോട്ട് എടുക്കുകയായിരുന്നു എന്ന് ദൃക്സാക്ഷി 24-നോട് പറഞ്ഞു. ആദ്യം ആ പ്രതികരണം കാണാം. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു, ഒറ്റ ഓട്ടോ ഓടി ഓടി തട്ടി വീണാണ്, വണ്ടി തട്ടി തന്നെ വീണാണ്. ഇവിടുന്ന് ഇറക്കിയിട്ട് ക്രോസ് ചെയ്ത് ഓടി. അപ്പോൾ ഡ്രൈവറും കാണത്തില്ലല്ലോ, അങ്ങനെ തട്ടി വീണ. എന്നിട്ട് അപ്പോൾ തന്നെ ആംബുലൻസ് വിളിച്ചു. ഞാനും അവിടുത്തെ ചേട്ടനും കൂടെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും കൊച്ചൊരു ഇതായിരുന്നു, ബോധമൊന്നുമില്ല, ശരീരമാകെ തണുത്ത് ഒരു ഇതായിരുന്നു, തലയിൽ കൂടെയാണ് കയറിയത്. അപ്പോൾ ആ കൊച്ചിൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒരു ഇതില്ല, തണുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴും എടുക്കുമ്പോഴും ഉച്ചയ്ക്ക് ഫുള്ളങ്ങ് തണുത്തായിരുന്നു ശരീരം. MG പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രതീഷ്, വളരെ അത്രയധികം വേദനാജനകമായ വാർത്തയാണത്. ഒരു 7 വയസ്സുള്ള കുട്ടിക്ക്, 2ാം ക്ലാസ്സുകാരിക്ക് ജീവൻ നഷ്ടമാവുന്നു. അതിൽ തന്നെ ഈ സ്വന്തം സ്കൂളിൻ്റെ ബസ് ആണ് ഈ അപകടം ഉണ്ടാക്കുന്നത് എന്നുള്ളത് വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണ്. എന്താണ് സംഭവിച്ചത്? ഇതിലിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പടക്കം ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ് പ്രതീഷ്? റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അത്യന്തം വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് തിരുവനന്തപുരം മടവൂരിൽ നിന്ന് വൈകിട്ടോടുകൂടി പുറത്തു വന്നത്. മടവൂർ ഗവൺമെന്റ് LPSലെ 2ാം ക്ലാസ് വിദ്യാർത്ഥി 7 വയസ്സുള്ള കൃഷ്ണേന്ദുവാണ് ദാരുണമായി മരണപ്പെട്ടത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ അപകടം നടന്ന സ്ഥലമാണ്. ഇതാണ് കൃഷ്ണേന്ദുവിന്റെ വീട്. ഈ വീടിന് മുന്നിലാണ് ഇന്ന് വൈകിട്ട് മറ്റ് സുഹൃത്തുക്കളുമൊക്കെയായി കളിചിരിയോടെ വന്ന് കൃഷ്ണേന്ദു ബസ് ഇറങ്ങിയത്. ഇവിടെ വെച്ച് കൃഷ്ണേന്ദു ബസ് ഇറങ്ങുകയും പിന്നീട് ഈ സമയത്ത് കൃഷ്ണേന്ദുവിന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ആരും ഉണ്ടായിരുന്നില്ല. തൊട്ടപ്പുറത്ത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇവിടെയാണ് അപകടം സംഭവിച്ചത്. ഈ സ്ഥലത്ത് നിന്ന് എതിർഭാഗത്തെ വീട്ടിലേക്ക്, ബന്ധുവീട്ടിലേക്ക് കൃഷ്ണേന്ദു പോവുകയായിരുന്നു.
പോവുകയായിരുന്നു. ഈ സമയത്താണ് അപകടത്തിൽപ്പെട്ടത് എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ നേരത്തെ ദൃക്സാക്ഷി സൂചിപ്പിച്ചത് ഈ ബസ്സിന് മുന്നിലൂടെ കൃഷ്ണേന്ദു ഓടുകയും ബസ് മുന്നോട്ടെടുത്തപ്പോൾ അപകടം പറ്റിയെന്നതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പല അഭിപ്രായങ്ങൾ ഇവിടെ നിന്ന് വരുന്നുണ്ട്. കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഒരു കേബിൾ ഈ ഭാഗത്തുണ്ട്. അതായത് കൃഷ്ണേന്ദു ബസ് ഇറങ്ങി ഈ തൊട്ട് അപ്പുറത്തെ എതിർദിശയിലുള്ള വീട്ടിലേക്ക് പോകുന്ന വഴി കേബിളിൽ കാല് കുരുങ്ങുകയും ബസ്സിന് മുന്നിലേക്ക് വീഴുകയുമായിരുന്നു. അങ്ങനെ ബസ് കൃഷ്ണേന്ദുവിന്റെ ദേഹത്ത് കൂടി കയറി ഇറങ്ങി എന്നുള്ള ഒരു പ്രതികരണങ്ങളും ചില നാട്ടുകാർ ഇവിടെ പറയുന്നുണ്ട്. എന്തായാലും അത്യന്തം ദാരുണമായ ഒരു അപകടമായിരുന്നു. അതും സ്വന്തം വീടിന് മുന്നിൽ വെച്ച് ആ കുട്ടി പഠിക്കുന്ന അതേ സ്കൂളിലെ ബസ് തന്നെ ദേഹത്തു കൂടി കയറി ഇറങ്ങി മരണം സംഭവിക്കുക എന്ന് പറയുന്നത് നമുക്ക് അത്രത്തോളം വേദനയുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. ഈ സാമ്പത്തികമായൊക്കെ തന്നെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് കൃഷ്ണേന്ദുവിൻ്റെത്. കൃഷ്ണേന്ദുവിൻ്റെ അച്ഛൻ ഒരു KSRTCയിലെ എംപാനൽ ജീവനക്കാരനാണ്. അമ്മ ഒരു സ്വകാര്യ ഒരു കടയിലെ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്ത് വരികയാണ്. +1 കൃഷ്ണേന്ദുവിന്റെ സഹോദരൻ പഠിക്കുന്നത്. വലിയ വേദന ഈ നാട്ടുകാർക്കൊക്കെ തന്നെ ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വേദനയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ മരണവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? കേബിള് ആണെന്ന് വണ്ടിയുടെ ബസ്സിന്റെ തൊട്ട് ബാക്കിൽ വന്നിരുന്ന ഒരു ഓട്ടോക്കാരൻ പറഞ്ഞു. ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഓട്ടോക്കാരാണ്. പക്ഷെ കേബിളിലെ പയ്യൻ ഇവിടെ ഉണ്ടായിരുന്നു. അവൻ പറയുന്നത് ബസ്സിൽ തട്ടിയാണ് വീണതെന്നാണ് ആ പയ്യൻ പറയുന്നത്. അപ്പൊ ഏതാണ് സംസ്കാര ചടങ്ങുകളൊക്കെ രാവിലെ ഒരു 10 മണിയോടുകൂടി ബോഡി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റിജിത്ത്, നിലവിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് കൃഷ്ണേന്ദുവിന്റെ മൃതദേഹമുള്ളത്. രാവിലെയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ ഈ മടവൂരിലെ MG പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. സ്കൂൾ ബസ് കയറിയാണ് 7 വയസ്സുകാരിക്ക് ഒരു 2ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. MG പ്രതീഷ് സ്ഥലത്ത് നിന്ന് വീട്ടിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. നാളെ രാവിലെ 10 മണിയോടുകൂടിയാണ് ആ കുട്ടിയുടെ സംസ്കാരം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. PV അൻവർ MLA തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. കൊൽക്കത്തയിൽ വെച്ച് ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി അംഗത്വം നൽകി. നാളെ കൊൽക്കത്തയിൽ മമതാ ബാനർജിയോടൊപ്പം PV അൻവർ MLA മാധ്യമങ്ങളെ കാണും. UDF പ്രവേശത്തിനുള്ള എല്ലാ വഴികളും അടഞ്ഞതോടെയാണ് PV അൻവറിന്റെ നീക്കം. തൃണമൂൽ കോൺഗ്രസിന്റെ കേരള കോർഡിനേറ്ററായി ചുമതലയേറ്റെന്നും പിണറായി സത്തിനെതിരെയാണ് പോരാട്ടമെന്നും PV അൻവർ 24-നോട് പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിന്റെ കേരള സംസ്ഥാന കോർഡിനേറ്റർ ആയിട്ടാണ് ഇപ്പോൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അംഗത്വം എടുക്കുന്നതിന് ലീഗലായിട്ട് ചില ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അത് ലീഗൽ ഒപ്പീനിയന് ശേഷമേ ആ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുള്ളൂ. കൽക്കത്തയിലെ പാർട്ടിയുടെ ദേശീയ ഓഫീസിൽ വെച്ചിട്ടായിരുന്നു പാർട്ടിയുടെ നാഷണൽ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി MP ആണ് ജനറൽ സെക്രട്ടറി. അദ്ദേഹമാണ് ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനാണ് പാർട്ടിയുടെ ചാർജ് ഉള്ളത്. സംസാരിച്ചു, കാര്യങ്ങൾ വിശദീകരിച്ചു. അവര് സിറ്റിയിലില്ല, പുറത്താണ്. അപ്പം അധികം വൈകാതെ അവരെ കാണും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പം ഈ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ സമര പരിപാടികളിൽ അവരുടെ ധാർമ്മിക പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ തൃണമൂൽ കോൺഗ്രസ് ടേക്കപ്പ് ചെയ്യുമെന്ന് മാഡം ഉറപ്പ് നൽകിയിട്ടുണ്ട്. വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. വിപിൻ, അൻവറിന്റെ പുതിയൊരു രാഷ്ട്രീയ നീക്കം ഉണ്ടാവുന്നു. UDF പ്രവേശനത്തിനുള്ള പലതരത്തിലുള്ള വഴികൾ അൻവറിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടു. പക്ഷേ അതൊന്നും തെളിഞ്ഞു നിൽക്കുന്നതായിരുന്നില്ല. അൻവറിന് വേണ്ടി ഇപ്പോൾ വാതിൽ തുറക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് UDF നേതൃത്വമുള്ളത്. അതിനിടയിലാണ് ഈ പുതിയ നീക്കം. അതിനെങ്ങനെയാണ് കാണേണ്ടത് വിപിൻ സി വിജയൻ? PV അൻവർ എങ്ങോട്ട് എന്നുള്ള ഒരു രാഷ്ട്രീയ ചോദ്യത്തിന് വിരാമമായിരിക്കുന്നു. അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ കേരള കോർഡിനേറ്റർ ആയിട്ടാണ് ചുമതല ഏറ്റിരിക്കുന്നത്. ഇന്ന് കൊൽക്കത്തയിൽ വെച്ച് അഭിഷേക് ബാനർജി MP ആണ് അദ്ദേഹത്തെ തൃണമൂൽ കോൺഗ്രസിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ അംഗത്വം താൻ എടുത്തിട്ടില്ല. അതിന് നിയമപരമായിട്ടുള്ള ചില പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അംഗത്വം എടുത്തിട്ടില്ല എന്നുള്ളതാണ് PV അൻവർ ഇതിനോടകം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മലയോര മേഖലയുടെ പ്രശ്നം തന്നെയായിരിക്കും കേരളത്തിലും സജീവമായി തന്നെ നിലനിർത്തുക. അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരുന്നു മമതാ ബാനർജിയുമായി സംസാരിച്ചത്. അവർ അത് പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതുമാണ് ഇപ്പോൾ ഈ തൃണമൂൽ കോൺഗ്രസിൽ ജോയിൻ ചെയ്യുന്നതിനെ സംബന്ധിച്ച PV അൻവർ ഇപ്പോൾ പറയുന്നത്. ഉടൻ തന്നെ ഇതിന് വാർത്താ സമ്മേളനം വിളിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ UDFിലേക്ക് പോകുമെന്നുള്ള സജീവമായ ചർച്ചയായിരുന്നു കഴിഞ്ഞ ഒരു 4 ദിവസമായി തന്നെ നടക്കുന്നത്. അദ്ദേഹം ജാമ്യം ലഭിച്ച് പുറത്തു വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച നടന്നിട്ടുള്ളത് UDFിന്റെ ഭാഗമാകുന്നു PV അൻവർ എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി തന്നെ അദ്ദേഹം പാണക്കാട് വീട്ടിലേക്ക് പോവുകയും തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച
നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ UDF-ലേക്ക് പോകുന്നതിന് കോൺഗ്രസിനകത്തു നിന്ന്, അത് മലപ്പുറം ജില്ലയിൽ നിന്നും UDF-ന്റെ നേതൃത്വത്തിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു ഭിന്ന സ്വരം വരികയായിരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ, VD സതീശന്റെ അഴിമതി ആരോപണം തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു രാഷ്ട്രീയ വ്യക്തത വരുത്തണമെന്നുള്ളത് നേതാക്കൾ തന്നെ അഭിപ്രായപ്പെട്ടു. ഇത്തരത്തിലൊരു ഭിന്ന സ്വരം വന്നതോടുകൂടി UDF-ന്റെ ഭാഗത്ത് തന്നെ മുന്നണിയുടെ ഭാഗമാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം PV അൻവറിനെ അറിയിച്ചു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. ഇതോടുകൂടിയാണ് പെട്ടെന്നുള്ള ഒരു കളമാറ്റം ഉണ്ടായിരിക്കുന്നത്. ഏകദേശം ഒരു 1.5 മാസത്തോളമായി തൃണമൂൽ കോൺഗ്രസുമായിട്ടുള്ള ചർച്ച പല ഘട്ടങ്ങളിൽ PV അൻവർ നടത്തുന്നുണ്ട്. ഇന്നാണ് അത് അവർ ഒന്നിച്ചു പോകുന്നു എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. തൃണമൂൽ കോൺഗ്രസിന്റെ എക്സ് പേജിലാണ് ഇപ്പോൾ അഭിഷേക് ബാനർജി തന്നെ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് PV അൻവറിനെ അവരുടെ ഷാൾ അണിയിച്ച് സ്വീകരിക്കുന്ന ഫോട്ടോകളാണ് ഇപ്പോൾ അവർ പുറത്തുവിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ വികസിത ഇന്ത്യക്കായി ഒന്നിച്ചു പോകാം എന്നൊരു ഒറ്റ വരിയാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ വാർത്താസമ്മേളനം വിളിക്കുക, അതിൽ കൂടുതൽ ഒരു വ്യക്തത ഇതുമായി ബന്ധപ്പെട്ട് വരുത്തുകയും ചെയ്യും. വിപിൻ സി വിജയൻ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് PV അൻവർ. നാളെ മമതാ ബാനർജിക്കൊപ്പം രാവിലെ വാർത്താസമ്മേളനം നടത്തും എന്നാണ് അൻവർ അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്, 60-ലേറെ പേർ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്ന് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ. CWCക്ക് ലഭിച്ച മൊഴി നേരിട്ട് പത്തനംതിട്ട SP-ക്ക് കൈമാറിയിട്ടുണ്ട്. സംഭവത്തിൽ 5 പേരെ അറസ്റ്റ് ചെയ്തു. 2 വർഷമായുള്ള പീഡന വിവരമാണ് CWC വഴി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അതൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. എന്താണ് ഈ കുട്ടിയുടെ മൊഴി, അതിൻ്റെ ഉള്ളടക്കം എന്താണ്? ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണ്? അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് ശ്രീ? ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളുടെ പേരുവിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. പക്ഷേ TK റീത്ത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് 60-ലേറെ പേർ ഈ ലൈംഗികമായി പീഡിപ്പിച്ചു. അതിൽ 16 വയസ്സുള്ള സമയത്താണ് ഇത്തരത്തിൽ ലൈംഗികമായ പീഡനത്തിൽ ആ പെൺകുട്ടി പെട്ടത് എന്നാണ് ഏറ്റവും ഒടുവിൽ ആ പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. ഈ മൊഴി കൃത്യമായ രീതിയിൽ തന്നെ CWCക്കാണ് നൽകിയത്. അതായത് CWC ചെയർമാൻ തന്നെ ഈ മൊഴി കൃത്യമായി പത്തനംതിട്ട SP-ക്ക് കൈമാറുകയായിരുന്നു. പത്തനംതിട്ട SP ഇതിനു വേണ്ടി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിച്ചു. പത്തനംതിട്ട ജില്ലയിലെ തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായിട്ടാണ് ഈ FIR-കൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ ആളുകളെ പൂർണ്ണമായി ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ഏതാണ്ട് 3 ദിവസമായി ഇതിന്റെ ഒരു അന്വേഷണത്തിലായിരുന്നു. ഈ വിവരങ്ങൾ ചില മാധ്യമപ്രവർത്തകരുടെയും പക്കലുണ്ടായിരുന്നു. എന്നാലും പെൺകുട്ടിയെ ഇപ്പോഴും കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം ഘട്ടത്തിലാണ് ഈ പീഡനം നടന്നത് എന്നതിനെ കുറിച്ചൊരു വ്യക്തത വരേണ്ടതുണ്ട്. എന്നാലും പത്തനംതിട്ട നഗരത്തിലെ തന്നെ ചില മേഖലകളിലടക്കം ഇത്തരത്തിൽ പീഡനം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ ദൗത്യമാണ്. 5 പേരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്ന് അറിയിക്കുന്നു. അത് ഏതൊക്കെ പോലീസ് സ്റ്റേഷനുകളിലാണെന്ന കാര്യത്തെക്കുറിച്ച് അല്പസമയത്തിനകം തന്നെ വിവരങ്ങൾ ലഭ്യമാകും. എന്തായാലും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. ഒരു 5-അംഗ സംഘത്തെ, അതിൽ DYSP-യും അതുപോലെ തന്നെ CA-യും അടങ്ങുന്ന ഒരു 5-അംഗ സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. അന്വേഷണ സംഘം ഒരുപക്ഷെ വിപുലീകരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ അധ്യാപകരുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളടക്കം പുറത്തു വരുന്നുണ്ട്. കായിക താരമായിരുന്നു ഈ പെൺകുട്ടി എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് കായിക അധ്യാപകരാണോ അല്ലെങ്കിൽ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളാണോ എന്നതിനെ കുറിച്ചൊക്കെ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. എന്തായാലും 18 വയസ്സ് ഇപ്പോൾ പെൺകുട്ടിക്ക് പ്രായമുണ്ട്. 16 വയസ്സുള്ള സമയത്ത് 2 വർഷം മുൻപ് നടന്ന പീഡനങ്ങളെല്ലാം പോക്സോയുടെ പരിധിയിൽ വരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 60-ലേറെ പേരുടെ പേരുവിവരങ്ങൾ അത് അല്ലെങ്കിൽ അവരെ ബന്ധപ്പെടുത്തുന്ന വിവരങ്ങൾ പെൺകുട്ടി പോലീസിന് അല്ലെങ്കിൽ CWCക്ക് കൈമാറി കഴിഞ്ഞു. ഇവരുടെ പേരുവിവരങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. അല്പസമയത്തിനകം കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ പരാതിയിൽ പറയുന്നതിൽ എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. ഈ മൊഴിയിൽ വല്ല പ്രശ്നങ്ങളും 60-ലേറെ പേർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ രീതിയിൽ ഈ മൊഴിയിൽ ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തുടർ നീക്കങ്ങൾ പോലീസ് ഇപ്പോൾ നടത്തുന്നത്. 5 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ പേർ ഇതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വളരെ വിശദമായ അന്വേഷണം ഉണ്ടാകും. CWCക്ക് ലഭിച്ച മൊഴി നേരിട്ട് പത്തനംതിട്ട SP-ക്ക് കൈമാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സ്പെഷ്യൽ ടീമാണ് ഈ കേസ് അന്വേഷിക്കുന്നതെന്നാണ് ശ്രീകുമാരൻ റിപ്പോർട്ട് ചെയ്തത്. ചെറിയൊരു ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ഷോർട്ട് ബ്രേക്ക്. പ്രൈം ടൈമിലേക്ക് വീണ്ടും കാട്ടാക്കടയിൽ നിന്ന് പുറത്തു വരുന്ന വിവരം. കാട്ടാക്കടയിൽ വീണ്ടും വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടി. ബസ് സ്റ്റാൻഡ് പരിസരത്താണ് വിദ്യാർത്ഥികൾ സംഘം തിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. മുമ്പ് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടാവുകയും വ്യാപാര സ്ഥാപനത്തിന്റെ ചില്ല് തകർക്കുകയും ചെയ്തിരുന്നു. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്താണ് സംഭവിച്ചത്? ഷഫീദ്, റിജിത്ത്, ഈ കാട്ടാക്കടയിലെ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് മുൻപും സംഘർഷങ്ങൾ പലതുണ്ടായിട്ടുണ്ട്. ഇതിന്റെയൊക്കെ CCTV ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. ഇതൊക്കെ പുറത്തു വന്നതിന് പിന്നാലെ പോലീസ് ബസ് സ്റ്റാൻഡ് പരിസരം കേന്ദ്രീകരിച്ച് നിരീക്ഷണം ശക്തമാക്കുകയും ലഹരി മാഫിയ സംഘങ്ങളുടെ സാന്നിധ്യമടക്കം പോലീസ് ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് വീണ്ടും സമാനമായ രീതിയിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.
സ്കൂൾ യൂണിഫോമിലായിരുന്നു ഈ വിദ്യാർത്ഥികൾ തമ്മിൽ തല്ലിയത്. മാത്രവുമല്ല ഈ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നതിനപ്പുറത്തേക്ക് ഈ ഫോണിന്റെ ദൃശ്യങ്ങൾക്ക് പകർത്താൻ കഴിയാത്ത ഒരു സംഘർഷം കൂടി ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന് കൂടി നാട്ടുകാർ പറയുന്നുണ്ട്. ഏതായാലും വിദ്യാർത്ഥികളെ കുറിച്ച് പോലീസ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. മാത്രവുമല്ല കാട്ടാക്കട കേന്ദ്രീകരിച്ച് കൂടുതൽ നിരീക്ഷണം ശക്തമാക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ശരി, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ ഒരുപാട് പ്രേക്ഷകർ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ വലിയ ചില വാർത്തകൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുകയായിരുന്നു. അതിനിടയിൽ കമന്റ് ബോക്സിലേക്ക് കണ്ണോടിക്കാൻ മറന്നതല്ല. നമ്മുടെ ഒരു സമയപരിമിതി കൊണ്ട് കമന്റ് ബോക്സിലേക്ക് പോകാതിരുന്നതാണ്. ഒരുപാട് പ്രേക്ഷകർ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു. അതിൽ തന്നെ ഒരുപാട് പ്രേക്ഷകർ കുറിച്ച് കാണുന്നത് തിരുവനന്തപുരത്തെ 2ാം ക്ലാസ്സുകാരിയുടെ അതിദാരുണമായ മരണമാണ്. സ്കൂൾ ബസ്സുകാരിയുള്ള മരണം, അതിൻ്റെ ഒരു നടുക്കം കമൻറ്റ് ബോക്സിൽ ഒരുപാട് പ്രേക്ഷകർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാതെ നോക്കാൻ ഉള്ള ജാഗ്രത എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം. ഡ്രൈവറുടെ വീഴ്ചയുമായി ബന്ധപ്പെട്ട് കർശന നടപടി വേണം എന്നുള്ള ആവശ്യമൊക്കെ കമൻറ്റ് ബോക്സിൽ പ്രേക്ഷകർ ഉയർത്തുന്നുണ്ട്. ജപ്തി ഭയന്ന് ഒരു വീട്ടമ്മ ആത്മഹത്യ ചെയ്ത ദിവസമാണിന്ന്. അരുൺ ജി മുട്ടട കുറിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങൾ എന്താണ് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ ബുള്ളറ്റിനുകളിലൊക്കെ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. അവരുടെ സംസ്കാരം നാളെയാണ് നടക്കുക. 4 ലക്ഷം രൂപയായിരുന്നു അവർക്ക് ബാധ്യതയായിട്ടുണ്ടായിരുന്നത്. പിന്നീട് പലിശ എന്നുള്ള നിലയിൽ അത് 9 ലക്ഷം രൂപയിലേക്ക് എത്തുകയും പിന്നീട് ഉദ്യോഗസ്ഥർ ജപ്തി ചെയ്യാനെത്തിയപ്പോൾ അവർ ജീവനൊടുക്കുകയുമായിരുന്നു. ആശുപത്രിയിൽ വെച്ചാണ് അവരുടെ മരണം സംഭവിച്ചത്. ഗുരുതര പരിക്കുകളോടെ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് അവിടെ വെച്ച് മരണം സംഭവിക്കുകയുമായിരുന്നു. അങ്ങനെ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള കമൻറ്റുകൾ ഒരുപാട് പ്രേക്ഷകർ അയക്കുന്നത് കാണുന്നുണ്ട്. സമയത്തിനനുസരിച്ച് അത് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വായിക്കുകയും ചെയ്യാം. തമിഴ്നാട് വാൽപ്പാറയിൽ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയെന്ന വിവരം പുറത്തുവരുന്നു. ജനവാസ മേഖലയിൽ 2 പുലികൾ ഇറങ്ങിയതിൻ്റെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. ആദ്യം അതൊന്ന് കാണാം. 2 പുലികൾ നടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണത്. ആ CCTV ദൃശ്യങ്ങൾ. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സൂരജ്, ഈ ജനവാസ മേഖലയിലാണ് ഇങ്ങനെ 2 പുലികൾ സുഖമായി നടന്നു പോകുന്ന കാഴ്ച. എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ എന്താണ് സൂരജ്? പുള്ളിപ്പുലിയുടെ അടക്കം ശല്യം രൂക്ഷമാണെന്ന പരാതികൾ നേരത്തെയും വന്നിട്ടുള്ളതാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ വാൽപ്പാറ ടൗണിൽ തന്നെ പുലി ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. വാൽപ്പാറ ടൗണിനോട് ചേർന്ന മേഖലയിലാണ് ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന പുലി ഇറങ്ങിയിരിക്കുന്നത്. വാൽപ്പാറ വാഴത്തോട്ടം എന്ന് പറയുന്ന മേഖലയാണ്. അവിടെയാണ് ഈ 2 പുലികൾ ഇറങ്ങിയത്. ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് പുലി ഇറങ്ങിയതോടുകൂടി വലിയ ആശങ്കയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഈ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പുലി വളർത്തുനായ്ക്കൾ, അതോടൊപ്പം തന്നെ വളർത്തു പൂച്ച, ഈ ആട്, പശു തുടങ്ങിയവയെല്ലാം നിരന്തരം ആക്രമിക്കുകയും അതിനെ കൊലപ്പെടുത്തുന്നതും പതിവാണ്. ഇതേ തുടർന്ന് ഈ CCTV ക്യാമറകളടക്കം ഈ മേഖലയിലുള്ള ആളുകൾ തന്നെ സ്ഥാപിക്കുകയായിരുന്നു. ആ CCTV ക്യാമറയിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്ന ദൃശ്യം കഴിഞ്ഞ ദിവസം പുലി ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങളാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ പുലി ഈ ജനവാസ മേഖലയിൽ തന്നെ ഇറങ്ങിയ സാഹചര്യത്തിൽ കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടണം എന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. TK. ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു. വാൽപ്പാറയിലാണ് പുലി ഇറങ്ങിയത്. ജനവാസ മേഖലയിൽ 2 പുലികൾ നടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇനി ശബരിമല വിശേഷങ്ങളിലേക്കാണ് ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. മകരവിളക്കിന് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുകയാണ്. ഇന്ന് ഇതുവരെ 70,000-ഓളം പേർ ദർശനം നടത്തി. മകരവിളക്ക് ദർശനം മുന്നിൽ കണ്ട് ഇതര സംസ്ഥാനത്ത് നിന്നെത്തുന്ന തീർത്ഥാടകർ വിരിവെച്ച് സന്നിധാനത്ത് തങ്ങിത്തുടങ്ങി. വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യാത്തവരെ നാളെ മുതൽ ചൊവ്വാഴ്ച വരെ മുക്കുഴിക്കാന പാത വഴി കടത്തിവിടില്ല. തിരക്ക് നിയന്ത്രിക്കാൻ വെർച്വൽ സ്പോട്ട് ബുക്കിങ്ങുകളുടെ എണ്ണവും പുനഃക്രമീകരിച്ചിട്ടുണ്ട്. എന്നാൽ സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിക്കാനാകാത്തത് വെല്ലുവിളിയായി നിൽക്കുന്നു. പമ്പയിലെ പാർക്കിംഗ് ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണി വരെ നിരോധിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ചയാണ് മകരവിളക്ക്. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ കൂടി നോക്കാം. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. പ്രൈം ടൈമിനി പതിവ് സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. കാണാം വാൽക്കഷണം. തൃശൂർ DCC നാഥനില്ലാ കളരിയായി എങ്ങനെ തുടരുകയാണ്? കെ മുരളീധരനോട് ഇതേക്കുറിച്ച് ചോദിച്ചാൽ പറയുന്നത് DCC പ്രസിഡന്റ് ഉണ്ടായിട്ടും വലിയ കാര്യമില്ല എന്നാണ്. ഉണ്ടായാലും തോൽക്കും, ഇല്ലെങ്കിലും തോൽക്കും, പിന്നെന്തിന് DCC പ്രസിഡന്റ് എന്ന മറുചോദ്യമാണ്.
ലീഡർ കെ കരുണാകരന്റെ തട്ടകത്തിലാണ് നാഥനില്ലാതെ കോൺഗ്രസ് അനാഥമായിരിക്കുന്നത് എന്ന് നിലവിൽ വരും തൃശൂർ DCC പ്രസിഡന്റ്. കാണാം വാൽകഷണം. തൃശ്ശൂരിൽ DCCയുടെ ആവശ്യമില്ലേ? ഇതിങ്ങനെ നാഥനില്ല കളരിയായിട്ട് കാലെത്രയായി? അല്ല, അതിലിപ്പോൾ ഉണ്ടായിട്ട് വലിയ പ്രയോജനം ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ, എത്ര തിരക്കൊന്നും പിടിക്കും. പണ്ടൊക്കെ ഒരുപാട് ജീവിതങ്ങൾ ആടിയും പാടിയും ശരിക്കും ആഘോഷിച്ചിരുന്ന ഈ വീടുകളിലൊക്കെ ഇപ്പൊ ഉറക്കെ ഒച്ചയിടാൻ പോലും കെൽപ്പില്ലാത്ത കുറെ കിളവന്മാരും കിളവികളും മാത്രമേ. എന്തുകൊണ്ടങ്ങനായി? നിന്റെയൊക്കെ കഴിവുകേട് കൊണ്ട്. ഒരു കാര്യമില്ലാതെ വെറുതെ കുറച്ച് ആളെ കൂട്ടിയിട്ട് കാര്യമില്ലാതെ. എല്ലാം ഉണ്ടായിട്ട് 3,00,000 മൈനസ് ഉണ്ടായിരുന്നു പാർലമെന്റിൽ. അതുകൊണ്ട് അത്ര തിരക്കിട്ട് DCC വന്നാലേ ഇലക്ഷൻ ജയിക്കുമെന്നൊന്നുമില്ല. ഇപ്പൊ പഞ്ചായത്തിലെ 2-3 ബൈ ഇലക്ഷൻ ജയിച്ചു സുഖമായിട്ട്, ഒരു കുഴപ്പം ഉണ്ടായില്ല. അവന്റെ കരച്ചിൽ എന്ത് സഹിക്കാൻ പറ്റുന്നില്ലടോ. ഇത് ഉണ്ടായിട്ടും തോൽക്കും, ഇല്ലാതിരുന്നാലും തോൽക്കും. ഉണ്ടായിട്ടില്ലെങ്കിൽ കാല് വാരില്ലെങ്കിലും ഉണ്ടാവൂലെന്ന്. നാട്ടികയിൽ ഭരണമാറ്റം ഉണ്ടായി. അപ്പോൾ പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ പ്രവർത്തകർ നോക്കും, ഞങ്ങളൊക്കെ വന്ന് സഹായിക്കാം. ആവശ്യത്തിനുള്ള ആളുകളെ ഞങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവരും. തോൽപ്പിക്കാനായിട്ട് കുറച്ച് ആളുകൾ ആവശ്യമില്ല. ഇതില്ലാതെ ഇരുന്നു എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒന്നും സംഭവിക്കില്ല. കാര്യങ്ങളൊക്കെ നടന്നുപോയി. തൽക്കാലം ഇതിനു വേണ്ടി ആരും വെള്ളം കാച്ചണ്ട. എന്ത് ചർച്ച നടത്തിയിട്ടും ഒരു കാര്യമില്ല. ആർക്കും ആരെ വേണമെങ്കിലും കാണാൻ ചർച്ച നടത്താം. ചർച്ച നടത്തിയെന്ന് വിചാരിച്ച് തൃശ്ശൂർ DCC ഇപ്പം റെഡിയാവുമെന്ന് ആരും വിചാരിക്കണ്ട. അതിന് കുറച്ച് സമയമെടുക്കും. പക്ഷെ അതൊരു എന്താ പറയണ്ട, ഉടനെ നടത്തിയില്ലെങ്കിൽ അങ്ങ് ആകാശം ഇടിഞ്ഞു വീഴുന്നുള്ള അഭിപ്രായമൊന്നും പാർട്ടിക്കില്ല. എന്നാലും ഒരു DCC ഇല്ലാതെ ഇതിങ്ങനെ നിലം പൊത്താതെ പോണത് അതെന്ത് അത്ഭുതമെന്നാണ് മനസ്സിലാവാത്തത്. അത് പ്രവചിക്കാൻ ഞാൻ ജ്യോത്സ്യനുമല്ല. 3,00,000 ഞങ്ങളിവിടെ തോറ്റു. അതൊരു കമ്മീഷനെ വെച്ചാൽ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാം. പക്ഷേ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. കമ്മീഷൻ എത്ര കാലമായിട്ട് എല്ലാ ഇലക്ഷനും ഞങ്ങൾ കമ്മീഷനെ വയ്ക്കാറ്. പിന്നെ ചെറിയൊരു കമ്മീഷൻ ഇവിടെ വെച്ചത് അത് ചിലരുടെ കണ്ണിപ്പൊടി ഇടാൻ വേണ്ടി മാത്രം. അതിന്റെ ഭാഗമായിട്ട് കമ്മീഷൻ വെച്ചു, അത്രയേ ഉള്ളൂ. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞങ്ങളെ മുരളിയേട്ടന് ഇത്രയൊക്കെ സങ്കടം ഉണ്ടായിട്ടും മൂപ്പരെ തോൽപ്പിച്ചതിൽ അല്ല, മൂപ്പര് തോറ്റയില് പാർട്ടിക്കൊരു സങ്കടമല്ല. അതാണ് ഞങ്ങളെ സങ്കടം. അല്ല, ഞാൻ പരാതി കൊടുത്തിട്ടില്ലല്ലോ. പരാതി കൊടുക്കേണ്ട ആളെ ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യം എനിക്കില്ല. കുറ്റസമ്മതം നടത്തി തടുത്തപ്പാവം നീ കരുതണ്ട. തൃശ്ശൂരത്തെ മാത്രമല്ല, മൊത്തത്തിലുള്ള പുനഃസംഘടന ഒന്ന് കഴിയട്ടെ. എന്നിട്ട് ഇതിനകത്ത് കയറി കുറച്ച് പണിയെടുക്കാനുണ്ട്. അല്ല, ഇതിൻ്റെ അകത്തും കാര്യമായിട്ട് പണിയൊന്നും ഇപ്പം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ബാക്കി കാര്യം നോക്കാം. അകത്ത് ഇപ്പം ഇരിക്കണവരില്ലേ, പണിയെടുക്കാത്തവർക്ക് ഇടക്കിടക്ക് ഞങ്ങളെ മുരളിയേട്ടൻ ചെറുതായിട്ട് ഓരോ പണി ഇങ്ങനെ കൊടുക്കും. വാൽകഷ്ണത്തോടെ ഇന്നത്തെ പ്രൈം ടൈമിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി വാർത്താമഴയാണ്. വാർത്താമഴയുമായി പ്രേക്ഷകർക്കൊപ്പം പ്രജിൻസി കണ്ണനെത്തും. നമസ്കാരം.